കഴിഞ്ഞാലും ഒരു തടസ്സം അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒന്ന് തുടങ്ങി കിട്ടാൻ ഭയങ്കര താമസം ഉണ്ടാവുക, അതിനോടൊപ്പം തന്നെ വേദന അനുഭവപ്പെടുക. കാർസിനോമ ഓഫ് പ്രോസ്റ്റേറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 80 അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിലാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. ഇന്ന് പുരുഷന്മാരിൽ ഈ മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കോമൺ ആണ്. ഇപ്പം മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാലും ഒരു തടസ്സം അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒന്ന് തുടങ്ങി കിട്ടാൻ ഭയങ്കര താമസം ഉണ്ടാവുക, മൂത്രത്തിന്റെ ഒഴുക്ക് വളരെ സ്ലോ ആയിട്ട് തോന്നുക, മൂത്രമൊഴിക്കുമ്പോൾ വേദന, പുകച്ചില്, കടച്ചില് പോലെയൊക്കെ ഫീൽ ചെയ്യുക, ഇത്തരം ലക്ഷണങ്ങൾ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇഷ്യൂസ് കണ്ടുവന്നിട്ടുള്ളത്. ഈവൻ എൻ്റെ ഒ പിയിലായാലും ഒരുപാട് കേസസ് ഇങ്ങനത്തേത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു യൂറിനറി ട്രബിൾസ്, എസ്പെഷ്യലി പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ഗ്രന്ഥി വീക്കം, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ്, അതിന്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഇത്തരം ലക്ഷണങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യോൺബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ്. പുരുഷ ശരീരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് മൂലമാണ് ഇത്തരം യൂറിനറി സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പം മൂത്രസഞ്ചിന്റെ തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വാൽനട്ടിന്റെ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. 4 മുതൽ 5 സെന്റിമീറ്റർ വരെയാണ് അതിന്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഗ്രാം CC നോക്കുന്ന സമയത്ത്, ഇൻ വോളിയം സൈസ് നോക്കുന്ന സമയത്ത് 30 cc വരെയാണ് അതിന്റെ വോളിയം കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഏജിങ്ങിന്റെ ഭാഗമായിട്ടും പല ഫാക്ടേഴ്സ് കൊണ്ടും ഇന്ന് ആ ഒരു ഗ്രന്ഥി വീക്കം വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അത് 30 എബോ അല്ലെങ്കിൽ ഒരു 35 എബോ ഒക്കെ ആയിട്ട് സൈസ് ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള കേസസുകളാണ് നമുക്ക് ചുറ്റും ഇന്ന് കാണുന്നത്. അപ്പൊ ഈ ഗ്രന്ഥിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് യൂഷ്വലി പുരുഷന്മാരിൽ ശുക്ലം അല്ലെങ്കിൽ സെമൻ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫ്ലൂയിഡ് മെയിൻ്റനൻസിന് ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെന്നിന്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ഫങ്ഷൻസ് ആണ് മെയിൻലി ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ യൂറിനറി ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാനും യൂറിൻ ഫ്ലോ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. കാരണം ഇത് ബ്ലാഡറിന്റെയും യുറേത്രന്റെയും ഇടയിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഓർഗൻ ആയതുകൊണ്ട് തന്നെ യൂറിൻ ഫോം ചെയ്തിട്ട് അതിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പം മിക്ക ആളുകൾക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്രന്ഥി വീക്കം കാരണം അതിന്റെ ആക്സസറി ഓർഗൻ അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ടുള്ള അഡ്ജസ്റ്റന്റ് ഓർഗൻ ആയിട്ടുള്ള യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയ സഞ്ചിക്ക് കംപ്രഷൻ വരും, അല്ലെങ്കിൽ അതിന് ഓവർ പ്രഷർ വരും. അപ്പം ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, ചിലർക്ക് അവിടെ ആ ഒരു പ്രഷർ കാരണം യൂറിൻ പാസ് ചെയ്യുമ്പോൾ തടസ്സം അനുഭവപ്പെടുക, അതിനോടൊപ്പം തന്നെ വേദന അനുഭവപ്പെടുക, യൂറിൻ്റെ ഫ്ലോ വളരെ കുറഞ്ഞു പോവുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് കോമൺ ആയിട്ടും കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന കണ്ടീഷൻസ് ഇന്ന് വളരെ കോമൺ ആണ്. പക്ഷേ ഈ ഒരു ഇൻഫ്ലമേഷൻ തന്നെ നമ്മൾ പല രീതിയിലും ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ് ഉണ്ട്, അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ് ഉണ്ട്, ക്രോണിക് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ്, BPH, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി, ഹൈപ്പർപ്ലേഷ്യ, നോഡുലാർ ഹൈപ്പർപ്ലേഷ്യ, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മളൊരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഇൻഫ്ലമേഷനെ തരം തിരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം അവിടെ കോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർഗാനിസം കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ചുകൂടി പ്രൊഡോമിനൻ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാം, രാത്രി കാലങ്ങളിൽ പനി അനുഭവപ്പെടാം, അത് വിറയലോട് കൂടിയിട്ടുള്ള പനി അനുഭവപ്പെടാം. ദെൻ അതിനോടൊപ്പം തന്നെ ഓക്കാനം, ഛർദി, യൂറിൻ ഫ്ലോ കുറഞ്ഞു പോവുക, വീക്ക് സ്ട്രീം ഓഫ് യൂറിൻ ഉണ്ടാവുക, യൂറിൻ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഡ്രിബിളിംഗ് ഉണ്ടാവുക, ലൈക്ക് യൂറിൻ പോയി കഴിഞ്ഞാലും ഇനിയും ഉറ്റി പോകുന്ന ഒരവസ്ഥ, ഒരു അൺസാറ്റിസ്ഫാക്ടറി, ഒരു പൂർണ്ണത എത്താത്ത പോലത്തെ ഒരു ഫീലിംഗ്. പിന്നെ രാത്രി കാലങ്ങളിൽ ഫ്രീക്വൻസി കൂടി വരിക, നൊക്ട്യൂറിയ അല്ലെങ്കിൽ നൊക്ടേണൽ എമിഷൻസ് എന്ന പോലത്തെ കണ്ടീഷൻസ് ഒക്കെ കാണപ്പെടാവുന്നതാണ്. ഇനിയിപ്പോൾ ക്രോണിക് കണ്ടീഷൻ ആണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു പീരീഡ് ലോങ് ഡ്യൂറേഷൻ ആയിരിക്കും. ഒരു 6 months മുതൽ 1 year എബോ ഒക്കെ ആയിട്ട് ഈ ഒരു ഡ്യൂറേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെയും ഈ ഓൾമോസ്റ്റ് സെയിം സിംറ്റംസ് തന്നെ. വീക്ക് സ്ട്രീം ആയിരിക്കും, യൂറിൻ ഫ്ലോ വളരെ സ്ലോ ആയിരിക്കും, വേദന അനുഭവപ്പെടും, പുകച്ചിൽ അനുഭവപ്പെടാവുന്നതാണ്, ഉദ്ധാരണക്കുറവിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, അതേപോലെ സെക്ഷൽ കംപ്ലയിൻസ് ലൈക്ക് പ്രിമച്ചർ ഇജാക്കുലേഷൻ, പെട്ടെന്ന് ശുക്ലം പോകുന്ന ബുദ്ധിമുട്ടുകൾ, ബന്ധപ്പെടുന്ന സമയത്ത് വേദന അനുഭവപ്പെടാം. അതിനോടൊപ്പം തന്നെ ലിംഗത്തിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ വൃഷണത്തിൻ്റെ ഭാഗത്തൊക്കെ വേദന, ഒരു കടച്ചിലൊക്കെ അനുഭവപ്പെടാവുന്നതാണ്. ഇനി നമ്മളിപ്പം ഈ പറഞ്ഞിട്ടുള്ള ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് പ്രോസ്റ്റേറ്റൈറ്റിസ് പോലെ തന്നെ ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ്, അതും ഇൻഫ്ലമേഷൻ തന്നെയാണ്. ഈ ഗ്രന്ഥി വീക്കം കാരണം യൂറിൻ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ടും ഡാമേജ്ഡ് ആവുന്നു, സെക്ഷൽ കംപ്ലയിൻസ് പ്രിഡോമിനൻ്റ് ആയിട്ട് കാണിക്കുന്നു, വേദന എസ്പെഷ്യലി നടുവേദന, കാലിൽ വേദന ഉണ്ടാവും, അടിവയറ്റിൻ്റെ വേദന അനുഭവപ്പെടാം,
ദെൻ വൃഷ്ണത്തിന്റെ ഭാഗത്തൊരു തടിപ്പ്, നീര് വെക്കാവുന്നതാണ്. ലിംഗത്തിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാം. ഇങ്ങനത്തെ വ്യത്യസ്ത രീതിയിലുള്ള ലക്ഷണങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കാണിക്കാവുന്നതാണ്. ചിലർക്ക് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ മാത്രമായിരിക്കും. നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു നോർമൽ യൂറിൻ ഇൻഫെക്ഷൻസ് മാത്രം, ലൈക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലെ അതിന്റെ ഭാഗമായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാവുന്നതാണ്. ഇപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാരിലും ഏകദേശം യൂറിനറി ഇൻഫെക്ഷൻസ് കോമൺ ആണ്. എസ്പെഷ്യലി സ്ത്രീകൾക്കാണ് അത് കൂടുതലായിട്ടുള്ളത്. പുരുഷന്മാരിലെ കേസ് നോക്കുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ചിലർക്ക് അത് കൺഫ്യൂഷൻ വരും, ഇതാണോ അത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ മൂലമാണോ വന്നിട്ടുള്ളതെന്ന് സംശയങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് യൂഷ്വലി ഒരു ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് PSA ചെയ്യുന്നത്. ഒരു 5ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 4.5ന്റെ ഉള്ളിലായിരിക്കണം അതിന്റെ വാല്യൂസ് വരേണ്ടത്. ഇപ്പൊ നമ്മൾ ക്യാൻസർ അല്ലെങ്കിൽ കാർസിനോമ ഓഫ് പ്രോസ്റ്റേറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 80 അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിലാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. ഇതിന്റെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിന്റെ ഒക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് മെയിൻലി ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്, ഏജിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ കാണിക്കുന്നതാണ്. ഇത് പല ഗ്രേഡിംഗ് ഉണ്ട്. നമ്മളിപ്പം അതിനെ പല സ്റ്റേജസ് ആക്കിയിട്ടൊക്കെ നമ്മളൊരു ക്യാൻസറസ് ഗ്രോത്തിനെ തരം തിരിച്ചിട്ടുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ പാർട്സിലേക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ സ്പ്രെഡ് ആവാം. സ്പ്രെഡ് ചെയ്യുന്നത് ചിലപ്പോൾ അത് ബ്ലഡിലൂടെ ആവാം, ഒരു ലിംഫാറ്റിക് സ്പ്രെഡ് ആവാം, അല്ലെങ്കിൽ ഒരു ലോക്കൽ സ്പ്രെഡ് ആയിട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസസുകൾ ഉണ്ട്. ഇനി നമ്മൾ BPH, ബിനൈൻ പ്രോസ്റ്ററ്റിക് ഹൈപ്പർപ്ലേഷ്യ അല്ലെങ്കിൽ നോഡുലാർ ഹൈപ്പർപ്ലേഷ്യ, അത് ജസ്റ്റ് ഒരു അവിടെ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് ഒരു വളർച്ച മാത്രമാണ്. അതൊരു ക്യാൻസറസ് അല്ല, ബിനൈൻ ആയതുകൊണ്ട് തന്നെ നോൺ ക്യാൻസറസ് ഗ്രോത്ത് ആണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതായത് യൂഷ്വലി ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് ടെസ്റ്റിസിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്നു. ആരുടെ സഹായത്തോടു കൂടെ? ശരീരത്തിലെ ലൂട്ടനൈസിങ് ഹോർമോൺസ് അല്ലെങ്കിൽ LHRH പോലത്തെ ഇത്തരം ഹോർമോൺസിന്റെ സഹായത്തോടു കൂടെ പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹോർമോൺസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഒരു സെക്ഷൽ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം ഒരു മെയിൽ ഡോമിനന്റ് ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ടെസ്റ്റോസ്റ്ററോൺ ചെയ്യുന്നത്. എന്നാൽ ഈ ടെസ്റ്റോസ്റ്ററോൺ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് അത് കുറയും. ഒരു 50+ കഴിയുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു വരും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ടെസ്റ്റോസ്റ്ററോൺ കൺവേർഷൻ നടക്കും. എന്തിന്റെ? 5-ആൽഫ റിഡക്ടേസ് എന്ന ആ ഒരു എൻസൈംസിന്റെ സഹായത്തോടു കൂടെ ടെസ്റ്റോസ്റ്ററോൺ 5-DHT, 5-ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇതാണ് നോർമലി ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. എന്നാൽ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ടെസ്റ്റോസ്റ്ററോൺ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവിടെ ആൻഡ്രോജൻ പ്രിഡോമിനന്റ് അല്ലെങ്കിൽ ഈസ്ട്രജന്റെ ഒരു ഇംബാലൻസ് വരുന്ന സമയത്ത് ഈ ഹോർമോണൽ വേരിയേഷൻസ് കാരണം ടെസ്റ്റോസ്റ്ററോൺ ആബ്സെന്റ് ആവുന്നു, ഈ കൺവേർഷൻ നടക്കാതെ വരുന്നു. അങ്ങനെ അത് ഗ്രന്ഥി വീക്കത്തിലേക്കൊക്കെ നീർക്കെട്ടുകളായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് മെയിൻലി നമ്മൾ പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അയ്യോ ഇത് ഇത്രയും വലിയ ബുദ്ധിമുട്ടാണോ എന്ന് ചിന്തിക്കാറുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു യൂറിൻ അനാലിസിസ് ചെയ്യുക, സാധാ യൂറിൻ ടെസ്റ്റ് ചെയ്യുക. അതിൽ നിന്നും നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യുക. ദെൻ നിങ്ങൾ തേർഡ് ഓപ്ഷൻ ആയിട്ട് സ്കാനിങ് ചെയ്യുക. ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് PSA, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യുക. ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂറിൻ ലൈക്ക് ബ്ലഡ് ടെസ്റ്റുകൾ, റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, അതായത് കിഡ്നീൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഈവൺ അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ഇപ്പം വൃക്കയിൽ കല്ലുകളോ അല്ലെങ്കിൽ വൃക്കയിൽ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളും ഈ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡയറ്റ് സെക്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് മെയിൻലി നമ്മൾ ഒഴിവാക്കേണ്ടത് പാല്, എസ്പെഷ്യലി നമ്മൾ പശുവും പാല് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പക്ഷേ യോഗേർട്ട്, തൈര്, മോര്, ബട്ടർ മിൽക്ക് ഇതൊക്കെ എടുക്കാവുന്നതാണ്. പാലെടുക്കുമ്പം സ്കിംഡ് മിൽക്ക് എടുക്കുക, ലോ ഫാറ്റ് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ആൽമണ്ട് മിൽക്കും എടുക്കാവുന്നതാണ്. സെക്കൻഡ് തിങ്, നമ്മൾ കൂടുതൽ ഇറിറ്റൻസ് അല്ലെങ്കിൽ ആ മൂത്രനാളിയിൽ ഇറിറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആഹാരങ്ങൾ കുറയ്ക്കും. അധികം എരിവുള്ളത്, അധികം കൊഴുപ്പുള്ള ആഹാരങ്ങൾ, കൂടുതൽ മസാലാസ് ചേർത്തിട്ടുള്ളത്, അങ്ങനെ ഒരു ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, നമുക്ക് മൊത്തത്തിലൊരു ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആഹാരങ്ങൾ കുറയ്ക്കുക. ദെൻ അതിനോടൊപ്പം തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. അതായത് മൈദ, ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും കുറയ്ക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക. അതേപോലെ ബേക്കറി പലഹാരങ്ങൾ, മധുരപാനീയങ്ങളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇനി ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തക്കാളി നന്നായിട്ട് ഉൾപ്പെടുത്തുക. ലൈക്കോപ്പിൻ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കും. രണ്ടാമത്തേത് സോയാബീൻ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തേത് നിങ്ങൾക്ക് മഞ്ഞൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ഗാർലിക്, ദെൻ പെപ്പർ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ പാകം ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുക.
അതിനോടൊപ്പം തന്നെ ഗ്രീൻ ടീ നന്നായിട്ട് കഴിക്കുക, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, ക്രൂസിഫറസ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. ഈ ഒരു പാറ്റേൺ ഓഫ് ഡയറ്റ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് കീഗൽ എക്സസൈസുകൾ ചെയ്യുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇത്തരം ദുശീലങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. സോ ഇത്തരം ഡയറ്റ് പ്ലാനും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. സിംറ്റംസ് സിവിയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ സ്വീകരിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്